നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ സാംസ്കാരിക രംഗത്തും ചലച്ചിത്ര രംഗത്തുമൊക്കെ ഇടതുപക്ഷ ആഭിമുഖ്യം പ്രകടമായി തന്നെയുണ്ട്. അത് പറയാതെ തന്നെ നമുക്കറിയുന്ന കാര്യവുമാണ്. എന്നാൽ നിരവധി സിനിമാ പ്രവർത്തകർ അവരുടെ രാഷ്ട്രീയം ഒളിച്ചു വെച്ചുകൊണ്ടാണ് പലപ്പോഴും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നത്. എന്നാൽ അടുത്ത കാലത്തായി അത്തരം ചില ട്രെൻഡുകൾ അങ്ങ് മാറി മറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സിനിമാ രംഗത്തു നിന്നും നിരവധി പേർ BJP-യിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ BJP-യിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും BJP പ്രവർത്തകരാണെന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയിലും അതുപോലെ തന്നെ ഈവൻ പത്രപ്രവർത്തന മേഖലയിൽ പോലും ജനങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. ഒന്നുകിൽ അവരെ ഏതെങ്കിലുമൊക്കെ കള്ളക്കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സംഘടനകളിൽ നിന്നോ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നോ ഒക്കെ പുറത്താക്കാനുള്ള ശ്രമം നടത്തും. അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് അവരെക്കുറിച്ച് മോശമായി പല കാര്യങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കും. ഇതൊക്കെ തന്നെയാണ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവർ അവരുടെ കഞ്ഞിയിൽ പാറ്റയിടാൻ സമ്മതിക്കില്ല. അങ്ങനെ അങ്ങ് ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീന്തും. നമുക്കറിയാം, സിനിമയിലുള്ള പലരും BJP അനുഭാവമുള്ള പലരും സിനിമ സാംസ്കാരിക ചലച്ചിത്ര മേഖലയിൽപ്പെട്ട പല ആൾക്കാരും അവരുടെ അനുഭവം സാധാരണഗതിയിൽ പ്രകടമാക്കാറില്ലായിരുന്നു. ഇതൊക്കെ സത്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്കറിയാം, സിനിമാ സംവിധായകനായിരുന്ന രാജസേനൻ BJP-യിലേക്ക് എത്തി. BJP-യിൽ രാജസേനൻ വിചാരിച്ചത് ദേശീയ പ്രസിഡന്റ് ആക്കുമെന്നോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാക്കുമോ എന്നോ ഒക്കെ ആയിരുന്നിരിക്കാം. ഏതായാലും അതൊന്നും ആകാൻ കഴിയാത്തത് കൊണ്ട് രാജസേനൻ ഇവിടെ നിന്ന് പോകുന്നു. രാജസേനൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, BJP തങ്ങൾക്ക് അംഗീകാരം നൽകുന്നില്ല, അതുകൊണ്ട് തന്നെ CPM-ലേക്ക് പോകുന്നു എന്നാണ്. CPM-ലേക്ക് പോകാത്തത് കൊണ്ടും BJP-യിൽ നിന്നതുകൊണ്ടും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വളരെ കൃത്യമായി തുറന്നു പറഞ്ഞുകൊണ്ടാണ്, പല സിനിമാക്കാരും അടുപ്പിക്കുന്നില്ല, സിനിമ കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നുവെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് രാജസേനൻ പോയത്. അതുതന്നെ ഒരു സൂചകമാണ്. ഇനി അതിനുമപ്പുറം എത്രയോ പേർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അഖിൽ മാരാർ എന്ന് പറയുന്ന ബിഗ് ബോസ് താരത്തെ നമുക്കറിയാം. അഖിൽ മാരാരെ കുറെ നാളായി സംഘി എന്ന ചാപ്പ കുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പല ഘട്ടത്തിലും അഖിൽ മാരാർ തന്നെ പറയുന്നുമുണ്ട്. ഏതായാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വിഷ്ണുമോഹൻ എന്ന് പറയുന്ന മേപ്പടിയാൻ ചിത്രത്തിന്റെ സംവിധായകൻ, ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടൻ, അനുശ്രീ എന്ന് പറയുന്ന നടി ഒക്കെ അവരുടെ വ്യക്തമായ രാഷ്ട്രീയം, അവരുടെ രാഷ്ട്രീയത്തിൽ അത് കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. അത്തരത്തിലുള്ളവരുടെ ഗണത്തിലേക്ക് പുതിയതായി എത്തിയത് സിനിമാ നടി ശോഭനയാണ്. ശോഭന പ്രധാനമന്ത്രി പങ്കെടുത്തൊരു പരിപാടിയിൽ വന്നതിന് വലിയ രീതിയിലുള്ള വിമർശനം പല രീതിയിൽ നിന്നുമുണ്ടായി. ഏതായാലും അതോടുകൂടി ശോഭന അരയും തലയും മുറുക്കി രംഗത്തെത്തി. ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ റോഡ് ഷോ വരെ നടത്തുകയും BJP-യിലേക്ക് പോകില്ല എന്നവർ പറഞ്ഞിട്ടില്ല. ഇനിയും ഞാൻ ഏതായാലും മലയാളം പഠിക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കുമെന്ന് അവർ കൃത്യമായും പറയുമ്പോൾ എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്നും ഉദ്ദേശിക്കുന്നതെന്നും നമുക്കറിയാം. അതിന് നിരവധി പേർ ഇപ്പോൾ BJP-യിലേക്ക്, വിനു ഗീരിയത്ത്, സുരേഷ് കുമാർ അടക്കമുള്ള പല പ്രൊഡ്യൂസർമാരും സംവിധായകരും, സന്ദീപ് സേൻ അടക്കമുള്ളവർ അവരുടെ രാഷ്ട്രീയമൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായാലും ആ ഗണത്തിലേക്ക് നിരവധി നടിമാരുണ്ട്. ഇപ്പോൾ നടിമാർ നിരവധി പേർ രാജീവ് ചന്ദ്രശേഖറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരികയാണ്. ശോഭനയ്ക്കൊപ്പം ഇപ്പോൾ ഖുഷ്ബു BJP നേതാവ് കൂടിയാണ്, സിനിമാക്കാരിയായിരുന്നു. ഇപ്പോൾ ഖുഷ്ബുവും രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്നും വോട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഇനിയുള്ള കാലം ഈ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഒക്കെ BJP വിരുദ്ധത പറഞ്ഞുകൊണ്ട് ഒരാളെയും ഒഴിവാക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. മാധ്യമപ്രവർത്തന മേഖലയിലടക്കം ജീവിതത്തിൽ ഇന്ന് വരെ സംഖ്യയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പണിയെടുത്തവരും സംഖ്യയല്ലാതിരുന്നവരും ഒക്കെ ഇപ്പോൾ സംഖ്യപ്പട്ടം സ്വന്തമായി ഓൺ ചെയ്തുകൊണ്ട് ഞാൻ കൃത്യമായ രാഷ്ട്രീയമുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഏതായാലും അതൊരു നല്ല സൈൻ തന്നെയാണ്. അങ്ങനെ നിരവധി സ്ത്രീകൾ രംഗത്ത് വരുന്നു. ഈ നടിമാരോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്നലെ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി തിരുവനന്തപുരത്ത് സ്ത്രീകളുടെ മാത്രമായ റോഡ് ഷോ ആണ് നടന്നത്. നമ്മൾ വളരെ അതിശയത്തോടു കൂടി, ഒരു കാലത്ത് സ്ത്രീകൾ ഉണ്ടാകാതിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, സ്ത്രീകൾ ഉണ്ടാകാത്തതിന് കാരണം ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രശ്നമായിരുന്നില്ല. കാരണം നമുക്കറിയാം, BJP പോലുള്ള ആ സംഘടനയിലേക്ക് വരുന്നത് താരതമ്യേന ഒരു ഇടത്തരക്കാരുടെ കുടുംബങ്ങളായിരിക്കും. ആ ഇടത്തരക്കാരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സമൂഹത്തിലുമൊക്കെ അവർ ഓൺ ചെയ്യുന്ന ഒരു പ്രശ്നം, അവർ റോഡിൽ പോയിരിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി. എന്നാൽ ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തനം എല്ലാവർക്കും പ്രാപ്യമായ ഒന്നാണെന്നും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും കംഫർട്ടബിളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്ന പ്രസ്ഥാനമാണ് BJP എന്ന് വന്നതോടുകൂടി BJP-യിലേക്ക് സ്ത്രീകളുടെ ഒഴുക്ക് തുടരുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് വ്യക്തമായി പറയും, തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെവിടെയും CPM-നോ കോൺഗ്രസിനോ നടത്തുന്ന പരിപാടിയിലെ വനിതാ പ്രാതിനിധ്യത്തെക്കാൾ ഉപരി എല്ലാ സ്ഥലത്തും
വനിതകളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം നടത്താൻ BJPക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇപ്പോൾ സിനിമാ താരങ്ങൾ അടക്കമുള്ളവർ രാജീവ് ചന്ദ്രശേഖറിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ളത് ശുഭോദർക്കമായ കാര്യം തന്നെയാണ്.